ശ്വേത മേനോനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേത മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിഷയത്തിൽ തിടുക്കം കാട്ടിയെന്നും നിരീക്ഷിച്ചു. അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ച അമ്മ സംഘടനയെ സ്നേഹിക്കുന്നവരിലും സിനിമയ്ക്ക് പുറത്തും സൃഷ്ടിക്കുന്ന വിഷമവും അവജ്ഞയും ഉണ്ടാക്കുകയാണ്. നിരവധി കലാകാരന്മാർക്ക് താങ്ങും തണലുമാകേണ്ട അമ്മ സംഘടന ഇതുവഴി പൊതുജന മധ്യത്തിൽ അപഹാസ്യമാവുകയുമാണ്. ശ്വേതയ്ക്കെതിരെ പരാതി നൽകിയതോടെ മാർട്ടിൻ മേനാച്ചേരി, നടൻ ബാബുരാജ്, സംഘടനയ്ക്ക് പുറത്തുള്ള ക്രൈം നന്ദകുമാറിന്റെ വരെ പേരുകൾ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു. മാർട്ടിൻ മേനാഞ്ചേരിയും ക്രൈം നന്ദകുമാറും തമ്മിൽ ബന്ധങ്ങളുണ്ട്. ഇടക്കാലത്ത് തെറ്റുകയും ചെയ്തത്രേ. എങ്കിലും ക്രൈം നന്ദകുമാറിന് ശ്വേതയോടുള്ള വൈരാഗ്യം ഈ കേസിനെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തൽ സിനിമാ സംഘടനയുടെ ഒരു വിഭാഗത്തിനിടയിൽ ശക്തമാണ്. ശ്വേത മേനോനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ ക്രൈം നന്ദകുമാർ ഒരിക്കൽ അറസ്റ്റിലായിരുന്നു. ഇതിന്റെ പ്രതികാരമായിരിക്കാം ശ്വേതയ്ക്കെതിരെ കേസെന്ന വിലയിരുത്തൽ ഉണ്ട്. മാർട്ടിൻ മേനാച്ചേരി ഇന്നലെ ന്യൂസ് 24-ൽ ഹാഷ്മി ലൈവായി വധിച്ചു എന്ന് തന്നെ പറയാം. ശ്വേത മേനോൻ ഹോട്ട് വീഡിയോ എന്ന് യൂട്യൂബിൽ അടിക്കുമ്പോൾ ശ്വേതയുടെ മോശമായ വീഡിയോസ് വരുന്നു എന്ന് പറഞ്ഞ മാർട്ടിൻ മേനാച്ചേരിയോട് താങ്കൾക്ക് അതിന്റെ ആവശ്യം എന്താണെന്നും അതുപോലെ തെളിവിനായി സമർപ്പിച്ച വീഡിയോ ലിങ്കുകളെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്തതാണെന്നും പിന്നെ എങ്ങനെ താങ്കൾക്ക് അത് കിട്ടിയെന്നും ചോദിച്ചിരുന്നു. ഇതിന് കൃത്യമായ മറുപടി നൽകാനാവാതെ മാർട്ടിൻ വെള്ളം കുടിക്കുന്നതും ചർച്ചയിൽ കാണാമായിരുന്നു. വീഡിയോയുടെ ഈ ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഞാൻ പറഞ്ഞത്. ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഇവര് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഇവര് ഈ കോണ്ടം മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നും എന്റെ ഈ വീഡിയോ പോൺ സൈറ്റ് ഞാൻ പറഞ്ഞത് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സാന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് മാറ്റി പറയാൻ താങ്കളുടെ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് അവര് ഈ പോൺ സൈറ്റിൽ എന്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റ് ആണ്? അപ്പൊ അതിനുശേഷം നിങ്ങള് ഈ ശ്വേത മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകൾ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ ശ്വേത മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേത മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പൊ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേത മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേത മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ 4 അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ, കുത്തി ഇരുന്ന് കണ്ടതല്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇത് ഫോണിൽ കണ്ടു എന്ന് ഞാൻ അവര് നോക്കുന്ന ഞാൻ കണ്ടപ്പോഴാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? ഈ ശ്വേത മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ് സൈറ്റുകളിൽ കാണുന്ന താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? അതെനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കായിട്ട്? അല്ല, താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളാണ് താങ്കൾ പറയുന്നത്. അതല്ലേ? അത് പറഞ്ഞെന്താ? അത് സെൻസർ കഴിഞ്ഞ സിനിമ. പാലേരി മാണിക്യം അല്ലെങ്കിൽ അതെ
അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? നിങ്ങൾക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാ, ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ ആ സാധനം താങ്കൾക്ക് കിട്ടി. ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഈ സാധനം ഞാൻ ഇത് ചെക്ക് ചെയ്തു, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധനം ചെക്ക് ചെയ്തത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓപ്പൺ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താ, രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജി പിന്നാലെയാണ് മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ ഈ തട്ടിപ്പ് വീരനെ സൂക്ഷിക്കുക എന്ന ക്രൈം കൊടുത്ത പരസ്യം ഒരു ഓൺലൈൻ ചാനൽ പുറത്തുവിടുന്നത്. ഇതിൽ ക്രൈമിന് ഈ ആൾമാറാട്ടക്കാരനും തട്ടിപ്പ് വീരനുമായി ബന്ധമില്ല എന്ന് തലക്കെട്ടിൽ തന്നെ പറയുന്നുണ്ട്. മുമ്പ് ചില പത്രങ്ങളിൽ സർക്കുലേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് മാർട്ടിൻ. ക്രൈം ചീഫ് എഡിറ്ററാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഇയാൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ആരോപിക്കുന്നു. ഒരു പ്രമുഖ പത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നതടക്കം കുറിപ്പിലുണ്ട്. ശ്വേത മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അശ്ലീല രംഗങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകിയത്. സെൻസർ ചെയ്ത് ഇറങ്ങിയ രതി നിർവേദം, പലേരി മാണിക്യം, ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം, പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമകളുടെ നീണ്ട നിരതയാണ് പരാതിയിലുള്ളത്. മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പരാതിയുമായി സിനിമാ നിരൂപകനും കോഴിക്കോട് സ്വദേശിയുമായ സുധീഷ് പാറയിൽ രംഗത്തെത്തി. എറണാകുളം സെൻട്രൽ പോലീസിലാണ് സുധീഷ് പരാതി നൽകിയത്. ശ്വേത മേനോനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലൈംഗിക സൈറ്റുകൾ പ്രചരിപ്പിച്ച് ഹൈക്കോടതി പരിസരത്ത് വെച്ച് ലൈംഗിക വീഡിയോകൾ കണ്ടുവെന്നും പരാതിയിലുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക ലക്ഷ്യമിട്ടാണ് ശ്വേത മേനോനെതിരെ മാർട്ടിൻ പരാതി നൽകിയതെന്നും നിരോധിത അശ്ലീല സൈറ്റുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച് പ്രചാരം നൽകിയെന്നുമാണ് പരാതി. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ മത്സരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയവും പുറത്തു വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രത്തിൽ ഇപ്പോൾ എങ്ങനെ പരാതി ഉയർന്നെന്ന് പരിശോധിക്കേണ്ടി വരും. പരാതിയിലും കേസിലും ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമാക്കുന്ന മറ്റൊരു ഘടകം നടൻ ബാബുരാജിനെ കുറിച്ചാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബാബുരാജ് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ബലാത്സംഗ കേസിലെ പ്രതിയും ലൈംഗികാരോപണം നേടുന്ന വ്യക്തിയുമായതിനാൽ വിമർശനം ഉയർന്നു. സിനിമാ മേഖലയിലുള്ളവരും പരസ്യമായി രംഗത്ത് വന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ തെരഞ്ഞെടുപ്പിൽ നിന്നും ബാബുരാജിന് പിന്മാറേണ്ടി വന്നിരുന്നു. നടി ശ്വേത മേനോനെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ സിനിമാ പ്രവർത്തകർ പാലിക്കുന്ന മൗനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് നടനും അവതാരകനുമായ സാബുമോൻ എത്തി. സിനിമാ കൂട്ടായ്മയുടെ കുറ്റകരമായ നിശബ്ദത എന്തിനാണെന്നും സാബുമോൻ ചോദിക്കുന്നു. ഒരു മനുഷ്യനും ഇതിനെതിരെ സംസാരിച്ചു കാണുന്നില്ലെന്നും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ശ്വേത മേനോൻ കടന്നു പോകുന്നതെന്നും അത് മനസ്സിലാക്കാൻ അല്പം മാനുഷിക പരിഗണനയുണ്ടായാൽ മതിയെന്നും സാബുമോൻ കുറിച്ചു. ഇന്ന് ഞാൻ നാളെ നീ എന്ന തലക്കെട്ടോടെ ഇട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് ഞാൻ നാളെ നീ. ഇന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ശ്വേത മേനോന്റെ പേരിൽ ഒരു FIR ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഒരു സ്വകാര്യ വ്യക്തി സമർപ്പിച്ച പെറ്റീഷന്റെ പിന്നാലെയാണ് ഈ ഉത്തരവ്. കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ ഞാൻ വായിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള സെക്സ് വീഡിയോസ് ഉണ്ടാക്കി വിറ്റ് പണം സമ്പാദിക്കുന്ന ആളാണ് ഈ നടി എന്നാണ് പെറ്റീഷനിൽ പറയുന്നത്. പരാതി കൊടുത്ത ആളിന്റെ മുഴുവൻ ചരിത്രവും ഞാൻ പരിശോധിച്ചു. ഇതൊരു വ്യാജ ആരോപണമാണെന്ന് പകൽ പോലെ വ്യക്തം. എന്റെ വിഷയം ഇതൊന്നുമല്ല. മലയാള സിനിമാ കൂട്ടായ്മയുടെ കുറ്റകരമായ നിശബ്ദതയാണ്. ഈ കൂട്ടായ്മയിലെ ഒരു മനുഷ്യനും ഇതിനെതിരെ ഈ നിമിഷം വരെ സംസാരിച്ചു കണ്ടില്ല. ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും സഹപ്രവർത്തക കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്പം മാനുഷിക പരിഗണന ഉണ്ടായാൽ മതി. സോഷ്യൽ മീഡിയകളിലുള്ള സാധാരണ മനുഷ്യർ പോലും അവർക്കായി സംസാരിക്കുമ്പോൾ സിനിമാ കൂട്ടായിലെ ആരുടെയും ഒരു വരി പോലും എങ്ങും കണ്ടില്ല. അധികാരത്തിനും രാഷ്ട്രീയത്തിനും വ്യക്തിവിദ്വേഷത്തിനും അപ്പുറം സിനിമാ പ്രവർത്തകരും സാധാരണ മനുഷ്യരാണ്. പരസ്പര ബഹുമാനം, സഹാനുഭൂതി, കരുണ, പരസ്പര സ്നേഹം, നന്മ ഇതൊക്കെ ഒരു തരിയെങ്കിലും അവശേഷിക്കുന്നവർ ബാക്കിയുണ്ടെങ്കിൽ ഈ പരാതി കൊടുത്ത കൃമികീടങ്ങളെ പോലെ ഉള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്നും നാം നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ. നിശബ്ദതയും ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഇന്ന് ഞാൻ നാളെ നീ. പിന്നാലെ നടൻ ഇർഷാദ് അലിയും ആക്ഷേപഹാസ്യ രൂപേണ തന്റെ പ്രതിഷേധം അറിയിച്ചു. പാഠമൊന്നൊരു വിലാപം എന്ന ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ പേരിൽ താൻ നിയമ നടപടി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യമുയർത്തിയാണ് ഇർഷാദിന്റെ പോസ്റ്റ്. ശ്വേത മേനോനൊപ്പം സെൻസർഷിപ്പ് തുടങ്ങിയ ഹാഷ്ടാഗുകളും താരം പങ്കുവച്ചിട്ടുണ്ട്. സിനിമയിൽ മുമ്പ് ബലാത്സംഗ രംഗത്തിൽ അഭിനയിച്ച കാര്യം ഓർത്തുകൊണ്ടാണ് ഇർഷാദിന്റെ കുറിപ്പിങ്ങനെ:
അറിഞ്ഞെടുത്തോളം മീര ജാസ്മിൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് കേൾക്കുന്നു. സേതുരാമയ്യരെ ഇറക്കി അന്വേഷിച്ചിട്ടും ഏതെങ്കിലും വക്കീലിനെ ബന്ധപ്പെട്ടോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കണോ അതോ ഒളിവിൽ പോണോ? കേസിൽ ശ്വേതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച നടൻ മേജർ രവിയും രംഗത്തെത്തി. അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ശ്വേതയ്ക്കെതിരെ നടക്കുന്ന നീക്കമാണിതെന്ന് മേജർ രവി പ്രതികരിച്ചു. ഫേസ്ബുക്ക് വീഡിയോയിലാണ് താരത്തിന്റെ പ്രതികരണം. ശ്വേതയെ വിളിച്ച് തമാശയായാണ് ചോദിച്ചത് എന്താണിതെന്ന്. എന്നാൽ ശ്വേത കരയുകയായിരുന്നു. എനിക്ക് 13 വയസ്സുള്ള മകളുണ്ട്. ഈ ചെയ്യുന്നവർ അവളുടെ കാര്യം ഓർക്കുന്നുണ്ടോ എന്നാണ് ശ്വേത എന്നോട് ചോദിച്ചത്. ആ കരച്ചിൽ കേട്ടപ്പോഴാണ് എനിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടാണെന്ന് വ്യക്തമായെന്നും പറയുന്നു. കോടതിയിൽ ഇതിനൊക്കെ മറുപടി നൽകേണ്ടി വരും. ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? ശ്വേത ആരുടെയും മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കാൻ പോകുന്നില്ല. പൊതുസമൂഹം ശ്വേതയോടൊപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്.